ഹലോ, വെൽക്കം ടു ഡി എസ് സൊല്യൂഷൻസ് ആക്കിയ ട്യൂട്ടോറിയൽ. നമുക്ക് ഇന്ന് ഒരു മൊബൈൽ സ്റ്റോർ വെച്ച് വരുന്ന സെയിൽസ് ഓർഡർ എങ്ങനെ കൺവേർട്ട് ചെയ്ത് ഇൻവോയ്സ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് മൊബൈൽ സ്റ്റോറിൻ്റെ എങ്ങനെ വരുന്നത് നോക്കാം. സെയിൽസ് ചാനൽ ഓപ്പൺ ചെയ്താൽ ഓവർവ്യൂ, ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലിങ്ക് വരുന്നത്. ഇത് കോപ്പി ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊരു QR കോഡായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കസ്റ്റമർ ഷെയർ ചെയ്തെടുക്കാം. നമ്മുടെ മൊബൈൽ സ്റ്റോറിൻ്റെ ഒരു വ്യൂ വരുന്നത് ഈ ഒരു വ്യൂ ആണ്. ഈ ഒരു രീതിയിലാണ് മൊബൈൽ സ്റ്റോറിൻ്റെ വ്യൂ വരിക. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിങ്ക് വെച്ച് ഒരു പർച്ചേസ് ചെയ്യണം. രണ്ട് ഐറ്റം സെലക്ട് ചെയ്ത് കാർട്ടിൽ വന്നിട്ടുണ്ട്. പ്രൊസീഡ് ടു ബൈ. ഓർഡർ നമ്മൾ കൊടുത്ത അഡ്രസ്സ് നമ്മൾ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്രൊസീഡ്. ഇപ്പോൾ കസ്റ്റമർക്ക് ആ ഒരു ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് അത് സെയിൽസ് ഓർഡർ വന്ന് നോക്കാം. സെയിൽസിൽ ഓർഡേഴ്സ് സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇപ്പോൾ വന്ന ആ ഒരു മൊബൈൽ സ്റ്റോർ വഴി വന്നിട്ടുള്ള ആ ഒരു സെയിൽസ് ഓർഡർ. ചെക്ക് ചെയ്താൽ നമുക്കറിയാം ഡേറ്റ്, സീരിയൽ നമ്പർ ഉണ്ട്, കസ്റ്റമർ നെയിം, അതിൻ്റെ ഓർഡർ സ്റ്റാറ്റസ് വരുന്നുണ്ട്. ഇപ്പം അത് പെൻഡിങ് ആണത്. ഇനി അടുത്ത ഓരോ സെഗ്മെൻറ്റ്, ഇൻവോയ്സ്, പേയ്മെൻറ്റ്, പാക്ക്, ഷിപ്പിങ്ങിനെ നമുക്കത് സെപ്പറേറ്റ് ഇത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഇൻവോയ്സ്, ഈ ഒരു ഓർഡർ സെലക്ട് ചെയ്ത് ഇത് മാർക്കസ് കൺഫേംഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർഡർ നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കസ്റ്റമർക്ക് എങ്ങനെ അതിൻ്റെ വ്യൂ വരാൻ നോക്കാം. കസ്റ്റമർക്ക് ടു ബി പാക്ക്ഡ് എന്നായിട്ടുണ്ട്. നമ്മൾ മാർക്കസ് കൺഫേംഡ് കൊടുത്ത സമയത്ത് തന്നെ അത് ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആ ഇൻവോയ്സ് വരുന്നത്. ഓക്കെ, നമ്മൾ മാർക്കസ് കൺഫേംഡ് കൊടുത്ത സമയത്ത് തന്നെ അത് ഈ ഒരു ഐറ്റം നമുക്ക് പർച്ചേസ് ഓർഡർ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ കൺവേർട്ട് പർച്ചേസ് ഓർഡർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഐറ്റം പാക്കേജ് ചെയ്യാണ്. പാക്കേജ് ഇതിൽ ഐറ്റം കറക്റ്റാണ് ചെക്ക് ചെയ്യാം. ഇനി ഐറ്റം ഇല്ലാത്ത ഐറ്റം ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ക്ലോസ് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഉള്ള ഐറ്റം നമുക്കത് പാക്കേജ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്ത് ഇപ്പോൾ ആ ഒരു ഐറ്റം പാക്കേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റാറ്റസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻവോയ്സ് ചെയ്തിട്ടുണ്ട്, പാക്ക്ഡ് ആണ്. ഓക്കെ, അറ്റ് ദ ടൈം കസ്റ്റമർക്ക് അതിൻ്റെ വ്യൂ വരുന്നത് പാക്ക്ഡ് എന്നൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ആ ഒരു ഐറ്റം ഷിപ്മെൻറ്റ് ചെയ്യണം. ക്രിയേറ്റിൽ ഷിപ്മെൻറ്റ് കൊടുക്കുക. നമുക്ക് മാനുവലി ചെയ്യാം, അത് കൊറിയർ വഴി ചെയ്യാൻ പറ്റുന്നതാണ്. കൊറിയർ വഴി ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഇത്രയും കമ്പനീസ് നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് ആണ്. നമുക്ക് മാനുവലി ചെയ്യണം. ഷിപ്മെൻറ്റ് ഓർഡർ ഡേറ്റ്, കാരിയർ ആർഎച്ച് സെലക്ട് ചെയ്യാം. ട്രാക്കിംഗ് ഐ ഡി വല്ലതുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഷിപ്മെൻറ്റ് ചാർജസ് ഉണ്ടെങ്കിൽ കൊടുക്കുക. സേവ്. ആ ഐറ്റം ഷിപ്മെൻറ്റ് ആയിട്ടുണ്ട്. കസ്റ്റമർക്ക് ആ സമയത്ത് വരുന്നത് ഷിപ്പ്ഡ് എന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ആ ഐറ്റം കസ്റ്റമർ ഡെലിവറി ചെയ്താൽ മാർക്കസ് ഡെലിവേർഡ് ചെയ്ത് സ്റ്റാറ്റസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡെലിവേർഡ് ആണോ എന്താണ് സ്റ്റാറ്റസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത്രയും സ്റ്റാറ്റസ് വരുന്നുണ്ട്. അപ്പോൾ ഡെലിവേർഡ് കൊടുത്ത് ഡേറ്റ്, ടൈം സെലക്ട് ചെയ്ത് ഇപ്പോൾ കസ്റ്റമർക്ക് അതിൻ്റെ ഇൻവോയ്സ് സെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്ഡേറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു ഐറ്റം കസ്റ്റമർ ഐറ്റം റിസീവ് ചെയ്തിട്ടുണ്ടാവും. കസ്റ്റമർ ഡെലിവേർഡ് എന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഐറ്റം ഇൻവോയ്സ് അവരുടെ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇൻവോയ്സ് എടുത്താൽ കാണാൻ നോട്ട് പെയ്ഡ് ആയിട്ട് കൊണ്ടുപോകാം. ആ ഇൻവോയ്സ് ആണിത്. ആ ഇൻവോയ്സ് സെലക്ട് ചെയ്ത് റെക്കോർഡ് പേയ്മെൻറ്റ് കൊടുക്കുക. എമൗണ്ട് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് അത് പേയ്മെൻറ്റ് മോഡ് ക്യാഷ് ആണോ കാർഡാണോ ഇത് സെലക്ട് ചെയ്യുക. ഡെപ്പോസിറ്റ് എങ്ങോട്ടാണ്, ബാങ്ക് ആണോ ക്യാഷ് ആണോ സെലക്ട് ചെയ്തിട്ട് റെക്കോർഡ് പേയ്മെൻറ്റ് കൊടുക്കുക. ഈ സമയത്തിന് കസ്റ്റമർക്ക് ആ ഇൻവോയ്സ് സെൻഡ് ആയിട്ടുണ്ടാകും മെയിൽ വഴി. നമ്മൾക്കാണെങ്കിൽ അത് പെയ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ ഓർഡർ സ്റ്റാറ്റസ് എടുക്കുന്ന സമയത്ത് അത് ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഓർഡർ സ്റ്റാറ്റസ് എടുക്കുന്ന സമയത്ത് അത് ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, അത് ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, അത് ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ മൊബൈൽ സ്റ്റോർ വഴി എന്നൊരു സെയിൽസ് ഓർഡർ കൺവേർട്ട് ചെയ്ത് ഇൻവോയ്സ് അടിച്ച് ഷിപ്മെൻറ്റ് ചെയ്യുന്നത്. താങ്ക് യു.